ഇറ്റ്സ് മീ അനാമിക. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്റ്റഡി വ്ലോഗാണ്. അപ്പോൾ ഇന്നത്തെ സ്റ്റഡി സെഷൻ എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും വെക്കേഷൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മാത്രം ഇവിടെ കുത്തിയിരുന്ന് പഠിക്കുകയാണ്. ഇത്രയും ദിവസം എനിക്ക് എക്സാമാണ്, പഠിക്കണമെന്നുള്ള ബോധമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇനിയെങ്കിലും എന്തെങ്കിലും തുടങ്ങിയില്ലെങ്കിൽ എന്തായാലും എക്സാമിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. സോ May 5 തൊട്ട് യൂണിവേഴ്സിറ്റി എക്സാം, മെയിൻ എക്സാമാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ ഡെയിലി രാവിലെ നേരത്തെ എണീക്കുന്ന പരിപാടിയൊന്നുമില്ല. നിങ്ങൾക്കിപ്പോൾ പുറത്തൊരു വെയിലൊക്കെ കണ്ടപ്പോൾ തന്നെ ഏകദേശം എത്ര ഒരു മണിയായിട്ടുണ്ടാവും എന്നുള്ളത് ഊഹിക്കാമല്ലോ. അപ്പോൾ എന്തായാലും രാവിലെ എണീറ്റ് വിഷ്വൽസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ എന്തായാലും അത്യാവശ്യം ലേറ്റായിട്ട് തന്നെയാണ് എണീറ്റ് പല്ലൊക്കെ തേച്ച് ഫ്രഷായി ചായയൊക്കെ കുടിച്ചതിന് ശേഷമാണ് ഈ വിഷ്വൽസൊക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് പഠിത്തത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചൂട് കഞ്ഞിയും ഉരുളക്കിഴങ്ങ് ഉപ്പേരിയും മാങ്ങ അച്ചാറൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ പോയി കുളിച്ച് നല്ല റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല, പഠിക്കുക തന്നെ. അപ്പോൾ ആദ്യമേ തന്നെ ഇത്രയും ദിവസം പഠിക്കാത്തത് കൊണ്ടും മടിയായതുകൊണ്ടും ഇപ്പോഴും പഠിക്കാൻ മനസ്സില്ലാത്തത് കൊണ്ടും ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ ചൂട്ടത്ത് വെന്ത് ആവിയായി പോവും എന്നെനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാനൊരു തിയറി സബ്ജക്റ്റാണ് എടുത്തത് കേട്ടോ. കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള അതിൻ്റെ ഹാർഡ്വെയറും കാര്യങ്ങളൊക്കെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണിത്. അപ്പോൾ അതെടുത്തിട്ട് ഞാനത് അപ്പുറത്ത് ഫുൾ PPTയും PDFs ഒക്കെ നോക്കിയിട്ടാണ് ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കാരണം അപ്പുറത്ത് ടാബിൽ ആ കാര്യങ്ങളൊക്കെ ഓൺ ചെയ്ത് വെച്ചിട്ട് നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഉച്ചഭക്ഷണം ആവാല്ലേ. അപ്പോൾ അതേ നമുക്ക് 2 മീൻ പൊരിക്കാം, അതിനുശേഷം ചോറ് കഴിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചക്കത്തെ സ്പെഷ്യൽ. എനിക്കുണ്ടല്ലോ ഇങ്ങനെ കുറേ നേരം ഇരുന്ന് പഠിക്കാനായിട്ട് പറ്റില്ല. എനിക്ക് അതെന്തോ അങ്ങോട്ട് പഠിക്കുന്നതൊന്നും തലക്കയറാത്ത പോലെയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നതാണ് ഇങ്ങനെ നടന്ന് പഠിക്കുക. ഇതൊന്നാമത് ഞാൻ നടന്ന് പഠിക്കുന്നത് വളരെ കോമഡിയാണ്. അത് സ്പീഡിലും കൂടെ ഇടുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഈ കുട്ടി കടന്ന് കാണിക്കുന്നതെന്ന് തോന്നും. പക്ഷേ ആക്ച്വലി ഞാൻ പഠിക്കുകയാണ് ഗൈസ്. ഇങ്ങനെയൊക്കെയാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ നടന്ന് പഠിക്കുമ്പോൾ ഒരാളെ ടീച്ച് ചെയ്യുന്ന പോലെ പഠിക്കുമ്പോഴൊക്കെയാണ് എനിക്ക് തലയിൽ എന്തെങ്കിലുമൊക്കെ കയറുന്നത്. അപ്പോൾ അതാണ് ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് കിടന്ന് നടക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഉഷ്ണിച്ചിട്ട് ഒരു സ്ഥലത്ത് മാത്രമായിട്ടൊന്നും ഇരിക്കാൻ പറ്റുള്ള ഒരു പരിധിയിൽ കൂടുതൽ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് 2-3 ദോശ കഴിക്കാം. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന വിഷ്വൽസ് എന്ന് പറയുന്നത് നൈറ്റ് ഒരു 7-7:30 ആ ഒരു നേരത്തെ ഇരുന്ന് പഠിക്കുന്നതാണ് കേട്ടോ. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ അത്യാവശ്യം കുറച്ച് നേരം ഇരുന്ന് പഠിക്കും. പക്ഷേ പഠിക്കാനായിട്ട് ഇരിക്കാനാണ് എനിക്ക് ബുദ്ധിമുട്ട്. അങ്ങനെ ഇരിക്കുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും മടിയുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് ഇത്രയും ദിവസം എനിക്ക് ഒന്നും പഠിക്കാനോ പ്രിപ്പയർ ചെയ്യാനോ ഒന്നും പറ്റാണ്ടിരുന്നത്. അപ്പോൾ അതിന് ഞാൻ കണ്ടുപിടിച്ചൊരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് യു ആർ എ പേഴ്സൺ, നിങ്ങൾക്ക് എന്നെപ്പോലെ ഡിസ്ട്രാക്ഷൻസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടേൺ ഓഫ് യുവർ ഫോൺ, മൊബൈൽ ഡാറ്റ ഫുൾ ഓഫ് ചെയ്തിട്ട് നിങ്ങൾ ഫോൺ ഓഫ് ചെയ്ത് എവിടെയെങ്കിലും ചാർജിലിടുക അല്ലെങ്കിൽ എവിടെയെങ്കിലും മാറ്റി വയ്ക്കുക. ദെൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1 hour സ്ട്രെയിറ്റ് നിങ്ങൾ മൊബൈൽ ഫോൺ കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാണ്ട്, ഒരു തരത്തിലുള്ള ഡിസ്ട്രാക്ഷനും ഇല്ലാണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് ആ ഒരു 1 hour മാത്രം നിങ്ങൾ ഇന്ന് പഠിക്കുക. ആ ഒരു 1 hourൻ്റെ ഇടയിൽ എന്ത് തന്നെ സംഭവിച്ചാലും, എന്ത് കോളോ അല്ലെങ്കിൽ മെസ്സേജസോ എന്തെങ്കിലും നിങ്ങൾക്ക് വന്നാൽ പോലും നിങ്ങൾ അതൊന്നും ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ കറക്റ്റ് ആ ഒരു 1 hour എങ്ങനെയെങ്കിലും ബീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് ഒരു തരത്തിലുള്ള ഡിസ്ട്രാക്ഷനും ഇല്ലാണ്ട് കംപ്ലീറ്റ് എന്താണോ നിങ്ങൾ പഠിക്കുന്നത്, ഏത് സബ്ജക്റ്റാണോ നിങ്ങൾ പഠിക്കുന്നത്, അതിലോട്ട് നിങ്ങളുടെ ഫോക്കസ് കംപ്ലീറ്റ് ആയിട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. നോട്ട് ദ പോയിൻറ്റ്, നിങ്ങൾ എടുക്കുന്നത് ഒരുപാട് കടുകട്ടിയായിട്ടുള്ളൊരു സബ്ജക്റ്റ് ആവരുത്. കാരണം നിങ്ങൾക്ക് ആ പഠിക്കുന്ന ട്രാക്കിലോട്ട് എത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളിപ്പോൾ ഈ ഒരു 1 hour ഇങ്ങനെ ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്
മനസ്സിലാവുന്നതും പഠിക്കാനായിട്ട് എളുപ്പമുള്ളതുമായിട്ടുള്ള ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് വേണം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാനായിട്ട്. ഇതൊരു 1 hour കറക്റ്റായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ട്രാക്കിലേക്ക് കയറിയിട്ടുണ്ടാവും. സോ നിങ്ങൾ ആ ഒരു ട്രാക്കിൽ ഇപ്പോൾ കയറിയത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി പഠിക്കാനുള്ളതെല്ലാം റിപ്പിറ്റേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു സ്റ്റഡി വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഓൾറെഡി കമ്മ്യൂണിറ്റിയിൽ ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടാൽ നിങ്ങൾ ആരെങ്കിലും കാണുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഒരു 4-5 പേരാണെങ്കിൽ പോലും അവർ കാണാം എന്നുള്ള രീതിയിൽ പോളിൽ റിസൾട്ട് തന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്. സോ ഇങ്ങനത്തെ വ്ളോഗ്സ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.